സുഹൃത്തുക്കൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പെദ്ദിയുടെ ഒരു ചെറിയ ഡിസ്കഷൻ എന്ന് പറയാനില്ല, ഒരു ചെറിയ ഒപ്പീനിയനാണിത്. കാര്യം ഞാൻ മാത്രമേ പടം കണ്ടുള്ളൂ, പുള്ളി കണ്ടില്ല. കുറച്ച് തിരക്കായതുകൊണ്ട് പുള്ളിക്ക് സിനിമ കാണാൻ അവസരം കിട്ടിയില്ല. സോ ഞാൻ ഫസ്റ്റ് ഷോ പെദ്ദി പോയി കണ്ടു. ബുച്ചി ബാബു സന എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ സിനിമയാണ് പെദ്ദി. ആ രാം ചരണിൻ്റെ ഈ രാജമൗലി കേഴ്സിന് ശേഷം പുള്ളി ചെയ്തൊരു പടമായിരുന്നു ഗെയിം ചേഞ്ചർ. അതും തകർന്ന് തരിപ്പണമായി പോയി. അതിനുശേഷം പുള്ളിക്കൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിച്ചൊരു പടമാണ് പെദ്ദി. എനിക്ക് അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നേ. അതായത് നമുക്ക് വിക്രമിനൊരു കാലഘട്ടത്തൊരു ട്രോളായിട്ട് വന്നൊരു സംഭവമാണ്. വിക്രമിൻ്റെ അടുത്ത് കഥ പറയാൻ ഒരു ഡയറക്ടർ പോകുമ്പോൾ തന്നെ വിക്രം ചോദിക്കും എത്ര വേഷമുണ്ടെന്ന് ചോദിക്കും. എന്ന് പറയുന്ന പോലെ രാംചരൻ്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോഴത്തേക്ക് രാംചരൺ ചോദിക്കും ഈ പടത്തിൽ ഞാൻ ഏതൊക്കെ മേഖലകൾ കൈകാര്യം ചെയ്യും. അത് ഗെയിം ചേഞ്ചറിനകത്ത് ആദ്യം IAS ആവും, IPS ആവും, IAS മന്ത്രി ഇങ്ങനെ പോലെ. ഇതിനകത്ത് ക്രിക്കറ്റർ, ഗുസ്തി, പാരാഒളിമ്പിക്സ്. അതെ, പാരാഒളിമ്പിക്സ്. അപ്പം എനിക്ക് തോന്നുന്നു രാംചരൺ അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. പുള്ളി പുറമെ എനിക്ക് മൾട്ടിപ്പിൾ മേഖലകളിൽ വർക്ക്. അതെ, സംബന്ധിച്ചാൽ ഈ പടം ആക്ച്വലി സിനിമയെ പറ്റി ഓവറോട്ട് പറയുകയാണെങ്കിൽ 3 മണിക്കൂർ 9 മിനിറ്റ് ഉണ്ട്. നമ്മൾ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പടമാണോ? അതെ, നമ്മൾ പറഞ്ഞല്ലോ ഈ പടത്തിൻ്റെ ഐഡിയ ഇങ്ങനെ ആയിരിക്കും. അത് തന്നെയാണ് സംഭവം. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ സിനിമയ്ക്കകത്തൊരു നല്ല പടം ഉണ്ടാക്കാനുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതും അതുപോലെ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ പടമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയിൽ എടുത്ത ചില തീരുമാനങ്ങൾ വളരെയധികം പരാജയമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ ഇതിൻ്റെ പെദ്ദിയുടെ റിവ്യൂസ് ഒരുപാട് നിങ്ങൾ കണ്ടു കാണും. അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ജാൻവി കപൂറിൻ്റെ ക്യാരക്ടറിനെ പറ്റിയാണ്. നമ്മളതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം അതിനെപ്പറ്റി കുറച്ചൊരു കാര്യം സംസാരിക്കുന്നത്. സോ പെദ്ദിയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പെദ്ദിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് അല്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര വർക്കായിരുന്നു. തിയേറ്ററിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. പിന്നെ വിഷ്വലി രത്നവേലാണ് എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വലി നല്ല ഒരു പടത്തിൻ്റെ ഗ്രേഡിങ്ങും പരിപാടിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അതേസമയം VFX വളരെ മോശമായിരുന്നു. VFX ത്രൂ ഔട്ടുണ്ട്. ഒരുപാട് VFX സെറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്, ഫുള്ള് ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ ഒരുപാട് സെറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ മാനിൽ ഷൂട്ട് ചെയ്തതും ബ്ലൂ മാനിൽ ഷൂട്ട് ചെയ്തത് ഇവർ ഔട്ട്ഡോർ ക്രിക്കറ്റ് സീനും അല്ല, മറ്റേ അല്ലാതെ ഇവരുടെ ഈ രാംചരണിന്റെ നാട് കാണിക്കുന്നത്. അപ്പം അതിന്റെ പ്രത്യേകത വെച്ചാൽ അത് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓപ്പർ ഒരു ആഡ് കാണുന്ന ഫീലായി പോയത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, ആ VFXന്റെ ക്വാളിറ്റിയും വളരെ ശോകമായിരുന്നു പലയിടത്തും. നന്നായിട്ട് ചെയ്ത സീക്വൻസും ഉണ്ട്, അതേസമയം മോശമായിട്ട് ചെയ്യുന്നത്. എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഗുസ്തിയുടെ ഒരു ആംഗിൾ വരും. ആ സീക്വൻസ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരത്തേക്ക് ഒരു രസം ഉണ്ടായിരുന്നു. അതേപോലെ അതിനകത്തൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഒരു ഗുസ്തി സീക്വൻസ് ഉണ്ട്, നായകനും 2 പേരും തമ്മിൽ. ആ സീക്വൻസ് നല്ല രസമാണ്. കാരണം അതിനകത്തൊരു നമ്മൾ പറയുമല്ലോ എപ്പോഴും ആക്ഷനകത്തൊരു ആക്ഷൻ ഉണ്ടാവണം, ആക്ഷനകത്തൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് വേണം. ഇതിൽ ഈ നമ്മുടെ ഷോൾഡർ താഴെ മുട്ടിയാൽ നമ്മൾ ഔട്ടാവും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഗുസ്തിയുടെ റൂള്. ഇവിടെ ഇവരും 2 പേരുടെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ഷോൾഡർ നിലത്ത് മുട്ടിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് പുള്ളി ചെയ്തൊരു ആക്ഷൻ സീക്വൻസുകൾ മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. നമുക്ക് ആ സീക്വൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടാണ്. അത് ഒരുപാട് ഓവർ നമ്മൾ ഈ സ്ഥിരം തെലുങ്ക് പടത്തിൽ കണ്ടാലും ഓവർ ആകുമ്പോഴത്തേക്ക് ഗുസ്തി കുറച്ചുകൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് രസമായിട്ട് തോന്നിയൊരു സീക്വൻസ് ഒരാൾ തെറിച്ച് വന്ന് പിടിക്കുന്നത്. അത് ആക്ച്വലി അതിലൊരു ട്രെയിലറിൽ തന്നെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. ദിവ്യന്തുവിന്റെ ക്യാരക്ടറായിട്ട് ആ ബുള്ളറ്റ് പൊങ്ങി വരുന്ന പുള്ളി ചാടി ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റ് സീക്വൻസ് ഒറ്റ ഷോട്ട് ഉള്ളത്. ആ ഒരൊറ്റ ഷോട്ട് ചവിട്ടി തെറിപ്പിക്കുന്നത്. അത് തന്നെ ആക്ച്വലി അത് പറയുകയാണെങ്കിൽ ഈ ജാൻവി കപൂറിന്റെ ഒരു ഫോട്ടോ എടുക്കും. അതായത് അതിന്റെ കോണ്ടെക്സ്റ്റ് പറയാൻ നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ജാൻവി കപൂർ ഒരു പ്രസംഗിക്കാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വില്ലന്മാരൊരു ചെറിയ കയ്യബദ്ധം അല്ല കുറുമ്പ് നായകനും കുറുമ്പ് കാണിക്കും. അതിന്റെ കൂട്ടത്തിൽ വില്ലന്മാരെ ഒരു കുറുമ്പ് കാണിക്കും. അപ്പോൾ ആ കുറുമ്പ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരുടെ പാവാട ഉരിപ്പും. അപ്പോൾ എന്ത് പറ്റും, അവിടെ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോഗ്രാഫർ ഇത് ഫിലിം പ്രോസസ് ചെയ്യുന്ന സമയത്താണ്, പഴയ കാലഘട്ടമാണ്. അതെ, പ്രോസസ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് അവന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരുത്തിനെ ഇടിച്ച് തെറിപ്പിക്കാം. അവൻ വന്ന് ഇടിച്ച് വീണ് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് രാംചരൺ കയറി ചെല്ലുന്നു, എല്ലാം എടുത്ത് വാരി വലിച്ചിട്ട് ഇടിക്കുന്നു. ആ ഫൈറ്റ് സീക്വൻസ് മറ്റേ പുഷ്പയുടെ ക്ലൈമാക്സിലെ ഫൈറ്റ് സീനില്ലേ, എന്താ ഇങ്ങനെ പാമ്പഴഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെയ്റ്റ്ലെസ്സിൽ അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ്. പക്ഷെ അതിൻ്റെ കൊറിയോഗ്രഫിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ രസകരമാണ്, ലോജിക്ലെസ് ആണ്, പക്ഷേ രസകരമാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് മാത്രമായിട്ട് ആസ്വദിക്കാം.
പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ശോകമാണ്. അത്രയേ ഉള്ളൂ. സിനിമയിൽ അതാണ് ഈ പ്രശ്നം. ഈ നായികയെ പറ്റി നമ്മൾ ഇതിൽ സംസാരിക്കാത്തത്, നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ വേണം. അത് നമ്മൾ ഇതിൽ പറഞ്ഞാൽ അത് മാത്രമായി പോയി വീഡിയോ. അതെ, അത് പറയാൻ എനിക്ക് സിനിമ കാണണമെന്നില്ല തോന്നുന്നു. അതുകൊണ്ടാണ് അത് നമുക്ക് അടുത്തൊരു ഇതായിട്ട് ചെയ്യാം. സോ പിന്നെ പെദ്ദിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, പിന്നെ എനിക്ക് ഭയങ്കര ഇത് തോന്നിയത് നമ്മുടെ മലയാളത്തിൽ നിന്ന് സൂരജ് പോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ ഫ്രണ്ടായിട്ടൊരു പുള്ളി വരും. ആ പുള്ളിയാണ് ഈ പടത്തിൽ പുള്ളിക്ക് നല്ല ത്രൂ ഔട്ട് ഒരു വേഷം. അതായത് പുള്ളിയാണ് നമ്മൾ മലയാളം ഭാഷ കണ്ടത്, തെലുങ്കിൽ വേറെ ആരെങ്കിലും ഡബ് ചെയ്തിരിക്കുന്നത്, അല്ലല്ല മലയാളത്തിൽ പുള്ളി ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറല്ലേ, അയാൾക്ക് നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഒരു ചെറിയ വേഷമല്ല, പടത്തിൽ ത്രൂ ഔട്ട് വേഷം. രാം ചരണിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പുള്ളി നിൽക്കുക. അതോടൊപ്പം ത്രൂ ഔട്ട് കഥയും നരേറ്റ് ചെയ്യുക. ബോമൻ റാനിയും പുള്ളിയും തമ്മിൽ ഫുൾ കോമ്പിനേഷൻ സീനാണ്. ബോമൻ റാനിക്ക് നരേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പെദ്ദി ആരാണെന്ന്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ പുള്ളിക്ക് ഇത് ഇത്രയും വലിയൊരു പടത്തിൽ ഒരു നല്ലൊരു ചെറിയൊരു വേഷമല്ല, പുള്ളി ഒരു വലിയ ഈ രാംചരണിനുള്ള അത്രയും സ്ക്രീൻ സ്പേസ് പുള്ളിക്കുണ്ട്. പുള്ളി മിക്ക സീനിലും പുള്ളിയുണ്ട്. അങ്ങനെ പുള്ളി ക്രിക്കറ്റർ അങ്ങനെയല്ലോ അതോ ഇല്ല, രാംചരണിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ്. അതായത് ഇവർ ആ നാട്ടുകാരാണ്, ഇവരുടെ നാടിനൊരു ആവശ്യമുണ്ട്. ആ ആവശ്യം നമ്മുടെ നായകൻ്റെ ആവശ്യമായി മാറുന്നു. ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ. ആ ശ്രമത്തിൽ നായകൻ ഒറ്റയ്ക്ക് പോരാടുകയാണ് നാടിന് വേണ്ടി. ആ ഐഡിയാപരമായും ഈ പടത്തിൻ്റെ ആ ഇമോഷണൽ എലമെൻറ്റും വർക്കാവേണ്ടതാണ്. പക്ഷേ ഈ നായകൻ കാണിക്കുന്ന ചില വികൃതികൾ കൊണ്ട് നമുക്കതിനെ ഒട്ടും കണക്റ്റ് ആവാനുള്ളൊരു, നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ നീ അങ്ങനെ ചെയ്ത ആളല്ലേടാ എന്ന് ചോദിക്കുന്നൊരു, നമ്മുടെ ഉള്ളിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ പേഴ്സണലി ഈ ക്യാരക്ടറുമായിട്ടോ ആ ഇമോഷനോട്ടോ കണക്റ്റ് ആകാൻ പറ്റില്ല. കൊണ്ടുവരുന്ന മെഡൽ വേണ്ട. അതെ, ബേസിക്കലി ഭയങ്കര ഇമോഷണലായിട്ട് വരേണ്ട ഒരു സിനിമയാണ്. ഇമോഷണലി നമ്മൾ കണ്ട് കൈയടിക്കേണ്ട ഒരു സിനിമയാണിത്. പക്ഷേ അതിലേക്ക് സിനിമ എത്താത്തത് ഈ സിനിമയിലെ ഈ നായികയും നായകനും തമ്മിലുള്ള സീക്വൻസുകൾ ഉണ്ടാകുന്ന കുറച്ച് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ്. അതെ, അത് നമ്മളെ മൊത്തം പടത്തിനെ ബാധിക്കും. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തെ കുറച്ച് അങ്ങനെ കാണുക. നമ്മൾ പലപ്പോഴും ഈ തമിഴ് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ സിനിമ ഇങ്ങനെ രസകരമാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മതിലിയാടിയൊക്കെ വരുന്ന പോലെ ഒരു ഇമോഷണൽ സീൻ വരും. ഇമോഷണൽ സീൻ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കരയിപ്പിക്കുന്ന സീൻ എന്ന ലെവലൊരു സാധനം വരും. അതിങ്ങനെ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ വിചാരിക്കുന്ന ലൈൻ ഓഫ് ഒരു സംഭവമാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ തെലുങ്ക്. കുറച്ച് കാലമായിട്ട് സുകുമാർ ഒരു പരിധിവരെ ഇങ്ങനെ ചെയ്യാത്തതായിരുന്നു. സുകുമാറല്ല, ഇത് സുകുമാറായിട്ടൊരു ബന്ധമില്ല, സുകുമാർ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ മറ്റേ ഈ പടമല്ലോ നമ്മുടെ അല്ലു അർജുൻ്റെ പടം പുഷ്പ. പുഷ്പയ്ക്കകത്തും 5000 രൂപ എടുത്തും ഉമ്മ മേടിക്കുന്ന അതിനകത്തല്ലേ. അതെ, ആ ലൈൻ സംഗതികൾ എഴുതുന്നത് തമിഴിൽ ഇല്ല. തമിഴിൽ ആ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇത് തെലുങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ മറ്റേ വീഡിയോക്കകത്ത് പറയേണ്ടതാണ്. തെലുങ്കിൽ ഇതിപ്പോൾ വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതെ, അത് ഈ കാലഘട്ടത്തിലും ഈ സീനുകൾ എഴുതാനും ഇത് ആക്ടേഴ്സ് പെർഫോം ചെയ്യാനും അവരിത് സ്ക്രിപ്റ്റ് വായിക്കാനും ഒക്കെ അവർക്കൊരു മടിയും ഇല്ലാതെ അവരത് ഹാൻഡിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് അത് നമുക്കറിയില്ല. അത് ആ സംഭവം. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ്. അപ്പം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതും ഈ സിനിമയിലുണ്ട് എന്ന് പറയുകയാണല്ലോ ട്രെയിലർ. ഇതും ഈ സിനിമയുണ്ട്, ഇതിൽ താല്പര്യമുള്ളവർ വരിക എന്നാണ് ആ ട്രെയിലർ പറയുന്നത്. ഫൈറ്റ് ഉണ്ട്, നായകൻ്റെ ഫൈറ്റ് ഉണ്ട്, നായകൻ്റെ സ്ട്രഗിൾ ഉണ്ട്, പിന്നെ നമ്മളൊരു വലിയ കഥയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ 20% ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ആ 20% ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ഫിൽം മേക്കർ തീരുമാനിക്കണമെങ്കിൽ അതിനൊരു ഓഡിയൻസും ഉണ്ട്. അപ്പം അതൊരു അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചത്. നമ്മൾ ഇതിപ്പം നീ സെൻഡ് ചെയ്ത പോലത്തെ ആ ഒരു, അതായത് ഇപ്പോൾ ഈ പടത്തിലെ ഈ പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയുന്ന സീനുകളെല്ലാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്, തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ടീം ആക്ച്വലി ഇത് കട്ട് ചെയ്ത് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തമാശ എന്താ വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനുമില്ല. ഈ സീൻ അല്ലാതെയും ഈ സീൻ ഉള്ളപ്പോഴും പുള്ളിക്കാരുടെ ക്യാരക്ടർ ഇല്ലെങ്കിലും ഈ സിനിമയെ അത് ബാധിക്കില്ല. അതാണ് പ്രശ്നം. ഇവർക്കൊരിക്കലും ഇത്രയും വലിയൊരു പടം എടുക്കുമ്പോൾ കണ്ടന്റിൽ മാത്രം ഫോക്കസ് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമുക്കറിയില്ല, ബിസിനസ് നടക്കുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പലരും ഈ തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാവും? അതായത് ഇത് ഇറക്കി ബിസിനസ് നടന്നില്ല, ഓക്കെ അടുത്ത പടത്തിൽ വേണ്ട, ആ ഡിസിഷൻ എടുക്കാൻ ഇനി എത്ര കൊല്ലം കൂടെ എടുക്കും, എത്ര പടങ്ങളോട് നമ്മൾ ഇനി ഇതുപോലെ കാണേണ്ടത് നമുക്കറിയില്ല. സോ പെദ്ദിയെ പറ്റി പറയാനാണെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. പെദ്ദി ആക്ച്വലി എനിക്ക് തോന്നുന്നത് പെദ്ദിയുടെ OTT റിലീസിന് ശേഷം റോസ്റ്റ് വീഡിയോസ് ആയിട്ട് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് സ്ഥലത്ത് ഈ റോസ്റ്റ് എലമെന്റുകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ പടത്തിനകത്ത് അകത്തൊരു ഭയങ്കര ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു നല്ല സിനിമ എടുക്കാം എന്നുള്ളത്. പക്ഷേ അത് എവിടെയോ അതിൻ്റെ ആ ഐഡിയ
സ്പോയിലായി പോയി. അതെനിക്ക് ഈ ഗെയിം ചേഞ്ചർ കണ്ടപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ട് തോന്നില്ല. ഇപ്പം പെദ്ദിയുടെ ട്രെയിലർ കണ്ടതും ഗെയിം ചേഞ്ചർ പടം കണ്ടു. ഗെയിം ചേഞ്ചറിനകത്ത് പോലും എടാ ഇതിനകത്ത് നല്ല പടമാക്കാവുന്ന എലമെന്റ്സ് ഉണ്ടെന്ന് പറയും. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ ഒരു ലൈൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊന്ന് നമ്മളൊന്ന് ട്രെയിലർ കണ്ടപ്പോഴും പറയും ഇതിനകത്തൊരു നല്ല സാധനം അവിടെ ഇവിടെയൊക്കെ പിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വെറുപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. രാം ചരൺ ആക്ച്വലി 200% ഈ പടത്തിൽ പുള്ളിനെ കൊടുത്തിട്ടുണ്ട്. അത് പതിവ് പോലെ എൻ്റെ പരിപാടി ഞാൻ ഗംഭീരമാക്കി, സിനിമ എന്തായെന്ന് അറിയില്ല എന്ന് പറയുന്ന പോലെ. അതായത് പുള്ളിയുടെ എഫേർട്ട് ഭയങ്കരമാണ്, നമുക്ക് കാണാൻ പറ്റും, ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് അയാൾ ഒരുപാട് അഭിനയിക്കാനുള്ള ഒരുപാട് നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു, അത് മാക്സിമം പുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടറുമായിട്ട് കണക്ട് ആവുന്ന ഒരു വലിയ ഇഷ്യൂ ഈ നായകൻ്റെ പ്രോബ്ലമാറ്റിക് സീനുകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് തന്നെ. പിന്നീടുള്ള നായകൻ്റെ ഒരു ഇമോഷണൽ എലമെൻറ്റിൽ നമുക്ക് പുള്ളിയോടൊപ്പം നിൽക്കാനുള്ള ഒരു ഫീല് തോന്നില്ല. അതുകൊണ്ടാണ് അത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഞാനിങ്ങനെ ഇതിനു മുമ്പ് എന്നുള്ള പുഷ്പ കണ്ടപ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. കാര്യം എനിക്കിത് അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് വണ്ണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ സീൻ എനിക്കത് അല്ല എനിക്ക് ബേസിക്കലി മനസ്സിലായി ഈ സീൻ എനിക്ക് ക്രിഞ്ചാണ്. പക്ഷേ എനിക്കൊരിക്കലും അതിങ്ങനെ എന്നെ അത് മറ്റേ അൺകംഫർട്ടബിൾ ആക്കിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് തിയേറ്റർ കണ്ടിട്ട് എനിക്കിങ്ങനെ ശരി ഇത് എന്താ ചെയ്യാൻ എനിക്കറിയില്ല, എനിക്കത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിതിങ്ങനെ ഇതിങ്ങനെ നടക്കുന്നത് ഇതിനെ എങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിലായി ഈ സീനിന് ശേഷം ഈ ക്യാരക്ടറിനെ ഇവർ എന്തെങ്കിലും രീതിയിൽ ഒന്ന് ന്യായീകരിക്കും. ഈ ന്യായീകരണം ഒന്ന് കേൾക്കണം എനിക്ക്, അതായത് എന്താണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം. ആ ന്യായീകരണം കേട്ടപ്പോൾ എനിക്ക് പിന്നെ ദേഷ്യം വന്നു എന്ത് പറയുന്ന പോലെ. അപ്പോൾ അത് നമുക്ക് എനിക്ക് ആ സീനിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയില്ല, എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ സീൻ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതുവരെ. സോ അപ്പോൾ പെദ്ദിയെ പറ്റി നമുക്ക് അത്രേ ഉള്ളൂ പറയാം. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഡിസ്കഷൻ. അപ്പം ഞാൻ കണ്ട് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആക്ച്വലി ഇത് റിലീസ് ചെയ്യുന്ന ഞാൻ മധുരയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന 9:30. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മധുരയിലൊരു വെട്രി സിനിമാസിനകത്ത് 10:50 ഷോ ഉണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പടം 3 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കൺഫേം ആയിട്ടും ഞാൻ ഉറങ്ങും. പിന്നെ വെറുതെ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി പടം എൻജോയ് ചെയ്യാനും പറ്റത്തില്ല, ഉറങ്ങി പോവുകയും ചെയ്യും. പിന്നെ നിന്റെ റിവ്യൂ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അങ്ങ് അത്രയും എഫർട്ട് കാണേണ്ട പടമല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഈ മലയാളം ഡബ്ഡ് പടം കാണാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അത് അങ്ങനെ വയർ ചെയ്ത് പോയി ഞാൻ കണ്ടാൽ അത് തന്നെ ഒരു നെഗറ്റീവ് എലമെന്റ് ആവും. അത് എന്താണെന്ന് വെച്ചാൽ ഡബിങ് കൊണ്ട് മാത്രമല്ല, ഈ കോണ്ടെക്സ്റ്റ് ഈ കഥ എന്ന കോണ്ടെക്സ്റ്റ് അതിൻ്റെ ജിയോഗ്രഫി ഒന്നും നമുക്ക് കേരളത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എന്തോ വരും. പക്ഷേ കുറേ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഇത് ഒന്നെങ്കിൽ തെലുങ്കിൽ തന്നെ കാണാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടുതലും ഞാൻ തമിഴിൽ കാണാൻ ശ്രമിക്കും. കാരണം ജിയോഗ്രാഫിക്കലി കുറെ കൂടെ ഓക്കെ ഈ ക്യാരക്ടറിന് തമിഴ് സംസാരിച്ചാൽ കുഴപ്പമില്ല എന്നെന്തോ ബ്രെയിനിൽ ഇങ്ങനെ പറയുന്ന പോലെ. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് അക്സെപ്റ്റബിലിറ്റി കിട്ടും. നമ്മൾ കുറച്ചുകൂടെ ഇത് ഡബിങ് ആണല്ലോ ഒന്ന് മറക്കാൻ സഹായിക്കും. പക്ഷെ ഇത് മലയാളത്തിൽ ഞാൻ ഇവരൊക്കെ മലയാളം എനിക്കറിയാം, രാം ചരനല്ലേ ആ നിൽക്കുന്നതെന്ന് അറിയാം. പിന്നെ പുള്ളി വന്ന് വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ മലയാളം പറയുമ്പം എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാം. ഓക്കെ ഇയാൾ മലയാളിയല്ല, ഈ ഡബിങ് ഞാൻ കൂടുതൽ ഡബിങ്ങിലും വായനക്ക് കുറേ വേറെ ശ്രദ്ധ മാറും. അതുകൊണ്ട് ഞാൻ ഈ തമിഴ് ആലപ്പുഴയില്ല, എറണാകുളത്തേ ഉള്ളൂ. എറണാകുളത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലേ. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെ ചെയ്യാം. അപ്പോൾ ആക്ച്വലി പെദ്ദിയെ പറ്റി ഇത്ര ഉള്ളൂ പറയാം. നമ്മൾ ഡീറ്റെയിൽഡ് ഒന്നും പറയാത്തത് പുള്ളികളെ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാനാണെങ്കിൽ കുറച്ചുകൂടെ പറയാം, പക്ഷേ ഇത് ബോറടിയാവും. അപ്പം ഞാൻ മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു തിരിച്ചൊരു ഇത് കിട്ടണം. ഏതാ ഇങ്ങോട്ട് 2 ഐഡിയാസ് വന്നാലും നമുക്ക് ഡിസ്കഷൻ ആകത്തില്ല. ഇതിൽ ഞാനിങ്ങനെ വെറുതെ എൻ്റെ വേറെ തോന്നൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി മാത്രമേ ഇപ്പോൾ. സോ അപ്പോൾ അതുകൊണ്ട് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കണ്ടു നോക്കും. 3 മണിക്കൂർ 9 മിനിറ്റ് നിങ്ങൾക്ക് ലൈഫിലുണ്ട്, നിങ്ങൾക്ക് അത്രയും വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. നല്ല എലമെൻറ്റുകളുണ്ട് പടത്തിൽ. ഫോമോ അല്ലേ, അതായത് മറ്റുള്ളവരെല്ലാം ഈ പടത്തിനെ കണ്ട് നെഗറ്റീവ് പറയുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനും വേണേ പടത്തിന്. അതെ എന്തുകൊണ്ട് ഈ പടത്തിനെ പറ്റി ഇല്ല ഇത്ര നെഗറ്റീവ് പറയുന്നത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന്.